ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അതായത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ചലനവും ബലവും എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ എന്താ കൂട്ടുകാരെ ഫസ്റ്റിന് നൽകിയിട്ടുള്ളത്? ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ചിത്രമാണല്ലേ. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് താഴെ കൊടുക്കുന്നത്. ടീച്ചർ, നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത്? അപ്പോൾ കുട്ടികൾ എന്താ പറയുന്നത്? അതേ ടീച്ചർ, ഞങ്ങൾ സ്ഥാനം മാറിയിട്ടില്ല. അപ്പോൾ ടീച്ചർ പറയാണ്, എന്നാൽ നിങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുന്നു. കുട്ടികളുടെ സ്ഥാനം മാറിയിരിക്കുന്നുവെന്ന് ടീച്ചർ പറയാൻ കാരണം എന്തായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് കൂട്ടുകാരെ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതായത് ഭൂമിയോടൊപ്പം നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതിനാൽ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെ അപേക്ഷ എങ്ങനെയാണ് നമ്മുടെ സ്ഥാനവും എങ്ങനെയാണ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻസർ എന്താണ്? ഭൂമിയോടൊപ്പം നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാനം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം നമുക്ക്. നിത്യജീവിതത്തിൽ നാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. ഓടുക, കളിക്കുക, നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നാം എന്ത് ചെയ്യണം കൂട്ടുകാരെ? ചലിക്കുകയാണ് അല്ലേ. പക്ഷി പറക്കുന്നത്, കാർ ഓടുന്നത്, മരത്തിലെ ഇലകൾ കാറ്റിലാടുന്നത്, ഇവയെല്ലാം എന്താണ്? അതെ, ചലനത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണല്ലേ. എന്താണ്? ചലനത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ്? കറങ്ങുന്നൊരു ജയന്റ് വീൽ ഉണ്ട്, അതുപോലെ കുതിരസവാരി ചെയ്യുന്ന ഒരാളെ കാണാനുണ്ടല്ലേ. ദെൻ മരത്തിൽ ലോറിയിൽ മരങ്ങൾ കെട്ടിക്കൊണ്ട് പോകുന്നത് കാണാനുണ്ട്. ദെൻ എന്താണ്? ഒരു പക്ഷി കൂടുണ്ടാക്കുന്നതിനാണ് തോന്നുന്നു. കുറച്ച് മരച്ചില്ലകളൊക്കെ അല്ലേ, മരത്തിൻ്റെതൊക്കെ കൊണ്ടുപോകുന്നത് കാണാനുണ്ട്. നെക്സ്റ്റ് പിക്ചർ എന്തിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്? സൗരയൂഥത്തിലെ ഗോളങ്ങളാണ് അല്ലേ. ദെൻ മേശയുടെ മുകളിൽ എന്താണ്? ഒരു ബുക്ക് ഇരിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇനി നോക്കൂ, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്തു നോക്കിയല്ലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെല്ലാമാണ് ഈ സന്ദർഭങ്ങൾ കൂട്ടുകാരെ? നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഓരോ സന്ദർഭങ്ങളായിട്ട് എഴുതാം. കറങ്ങുന്ന ജയന്റ് വീലിലിരിക്കുന്ന കുട്ടി. നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? കുതിരസവാരി ചെയ്യുന്ന ആളാണല്ലേ. കുതിരസവാരി ചെയ്യുന്ന ആൾ. മരത്തടി കയറ്റിക്കൊണ്ട് പോകുന്ന ലോറി, മരച്ചില്ല കൊത്തിക്കൊണ്ട് പറക്കുന്ന പക്ഷി, സൗരയൂഥത്തിലെ ഗോളങ്ങൾ, മേശപ്പുറത്തിരിക്കുന്ന പുസ്തകമല്ലേ. ഇവയിലെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയും സ്ഥാനം മാറാത്തവയും പട്ടികപ്പെടുത്തി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ഇതിൽ ഏതൊക്കെയാണ്? കറങ്ങുന്ന ജയന്റ് വീലിരിക്കുന്ന കുട്ടി, അതുപോലെ തന്നെ കുതിര സവാരി ചെയ്യുന്ന ആളുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് സ്ഥാനം മാറി മാറി വരുന്നില്ലേ? അതെ, മരത്തടി കയറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന ലോറി, മരച്ചില്ല കൊത്തിക്കൊണ്ട് പറക്കുന്ന പക്ഷി, സൗരയൂഥത്തിലെ ഗോളങ്ങൾ, അവയൊക്കെ എന്താണ്? ഈ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയാണ്. എന്നാൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവതിൽ ഏതാണ്? അതെ, മേശപ്പുറത്തിരിക്കുന്ന പുസ്തകമാണല്ലേ. എന്താണ് ആൻസർ? മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ചലനാവസ്ഥയിലും സ്ഥാനം മാറാത്തവ നിശ്ചലാവസ്ഥയിലുമായിട്ടാണല്ലോ പരിഗണിക്കാറുള്ളത്. കറങ്ങുന്ന ജയന്റ് വീലിരിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ? എന്നാൽ തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ്? അതായത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലല്ലേ. എന്നാൽ തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ചു ചലനാവസ്ഥയിലാണല്ലേ. അപ്പം എങ്ങനെ? തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? അല്ല. എന്നാൽ തറയിൽ ഇരിക്കുന്ന ഒരാളെ അപേക്ഷിച്ചിട്ട് ചലനാവസ്ഥയിലാണ്. ഇതിന് മുകളിൽ സന്ദർഭങ്ങളിലെ പട്ടികകളിലാക്കിയിരിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കൂ. ഉചിതമായ കോളത്തിൽ ടിക്ക് മാർക്ക് നൽകി പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, കറങ്ങുന്ന ജയന്റ് വീലിലെ കുട്ടി. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥ എന്തായിരിക്കും? നിശ്ചലാവസ്ഥയായിരിക്കും അല്ലേ. ചലനാവസ്ഥ എന്താണ്? നിശ്ചലാവസ്ഥ. ദെൻ കുതിരസവാരി ചെയ്യുന്ന ആള് കുതിരയെ തറയിൽ നിൽക്കുന്നയാളെ അപേക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് ചലനാവസ്ഥ എന്താണ് കൂട്ടുകാരെ? കറങ്ങുന്ന ജയന്റ് വീലിലെ കുട്ടി ചലനാവസ്ഥ എന്തായിരിക്കും? ചലനാവസ്ഥയായിരിക്കും അല്ലേ. ഓക്കെ, ദെൻ കുതിരസവാരി ചെയ്യുന്ന ആൾ കുതിരയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലായിരിക്കുമോ നിശ്ചലാവസ്ഥയിലായിരിക്കുമോ? അത് നിശ്ചലാവസ്ഥയിലാണ് അല്ലേ. ദെൻ തറയെ അപേക്ഷിച്ച് എങ്ങനെയാണ്? ചലനാവസ്ഥയിലാണ്. ദെൻ പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല, കിളിയെ അപേക്ഷിച്ചത് എന്താണ്? യെസ്, കിളിയെ അപേക്ഷിച്ചത് നിശ്ചലാവസ്ഥയിലാണ്. തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ചത് എന്താണ്? യെസ്, ചലനാവസ്ഥയിലാണ് അല്ലേ. ദെൻ സൗരയൂഥത്തിലെ ഭൂമി, സൂര്യനെ അപേക്ഷിച്ച് എങ്ങനെയാണ് കൂട്ടുകാർ? സൂര്യനെ അപേക്ഷിച്ച്
അതെ, ചലനാവസ്ഥയിലാണല്ലേ. ദെൻ ചന്ദ്രനെ അപേക്ഷിച്ചോ? യെസ്, അതും ചലനാവസ്ഥയിലാണ്. ദെൻ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി, ലോറിയെ അപേക്ഷിച്ചത് എങ്ങനെയാണ്? ലോറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ? യെസ്, നിശ്ചലാവസ്ഥയിലാണ്. ദെൻ ഇരുഭാഗങ്ങളുമുള്ള മരങ്ങളെ അപേക്ഷിച്ച് അതെങ്ങനെയാണ്? യെസ്, ചലനാവസ്ഥയിലാണല്ലേ. ഓക്കെ. ദെൻ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം മേശയെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും? അതെങ്ങനെയാണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലേ. ദെൻ സൂര്യനെ അപേക്ഷിച്ചോ? യെസ്, ചലനാവസ്ഥയിലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ പട്ടികയിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ മറ്റേതെങ്കിലും വസ്തുവിനെ അടിസ്ഥാനമാക്കണമല്ലോ. അടിസ്ഥാനമാക്കിയ വസ്തുവിനെ അവലംബക വസ്തു എന്ന് പറയാം. എന്താണ് അടിസ്ഥാനമാക്കിയ വസ്തുവിനെ എന്താണ് പറയുന്നത്? അവലംബക വസ്തു എന്ന് പറയാം. ഇതിനൊരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാകുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ എന്താണ് അവലംബക വസ്തു എന്ന് മനസ്സിലായല്ലോ. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണെന്നുമെന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ എന്താണ്? നിശ്ചലാവസ്ഥയിലാണെന്നും പറയാമല്ലേ. ചലിക്കുന്ന വസ്തുക്കൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ. സ്ഥാനമാറ്റത്തിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ദൂരം 400 മീറ്റർ ട്രാക്കിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കുന്ന ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എത്രയായിരിക്കുമെന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 400 മീറ്റർ ട്രാക്കല്ല. അപ്പോൾ ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കാൻ കൊടുക്കുന്ന ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എങ്ങനെ കണ്ടെത്താം നമുക്ക്? യെസ്, 400 + 400 എത്രയായിരിക്കും കൂട്ടുകാരെ? 800 അല്ലേ. ഇങ്ങനെയാണ് 400 + 400 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 800. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ് കൂട്ടുകാരെ? മീറ്റർ ആണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. SI യൂണിറ്റ് എന്തായാലും പഠിച്ചു വെക്കുക. അതായത് ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരം എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ. ദെൻ വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതാണ് ഓഡോമീറ്റർ. അപ്പോൾ ആ ഓഡോമീറ്ററിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഓഡോമീറ്ററിൻ്റെ ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഇനി ഓഡോമീറ്റർ സഞ്ചരിച്ച ദൂരം കിലോമീറ്റർ ആണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ എന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് പരിചിതമായ ഒരു വാഹനം ഇതുവരെ സഞ്ചരിച്ച ദൂരം ഓഡോമീറ്റർ നോക്കി കണ്ടെത്തൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വാഹനമൊക്കെ വീട്ടിലുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക? യെസ്, ഒരു ഓഡോമീറ്റർ നോക്കിയിട്ട് അപ്പോൾ എന്ത് ചെയ്ത് ഇതുവരെ സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. ദെൻ ഒരു ട്രെയിന് A മുതൽ F വരെ സഞ്ചരിക്കുന്ന റെയിൽപാതയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും ട്രെയിൻ സഞ്ചരിച്ച ദൂരം പട്ടികപ്പെടുത്തി നോക്കൂ. എയിലായിരിക്കുമ്പോൾ നോക്കൂ, എയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ്? 0 ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എഴുതാം 0. ഓക്കെ, 0. ദെൻ ബിയിലെത്തുമ്പോൾ നോക്കൂ, 60 കിലോമീറ്റർ ആണല്ലേ. ബിയിലെത്തുമ്പോൾ എത്രയാണ്? 60 കിലോമീറ്റർ. ബിയിൽ 60 കിലോമീറ്റർ. ദെൻ സിയിലോ 110 കിലോമീറ്റർ. നോക്കൂ, സിയിൽ എത്രയാണ്? 110 കിലോമീറ്റർ. ദെൻ ഡിയിലെത്തുമ്പോൾ 150 അല്ലേ. 150 കിലോമീറ്റർ. ദെൻ ഇയിലെത്തുമ്പോൾ യെസ് 250 അല്ലേ കാണിച്ചിട്ടുള്ളത്. 250 കിലോമീറ്റർ. ദെൻ എഫിലെത്തുമ്പോൾ 320 അല്ലേ. 320 കിലോമീറ്റർ. എളുപ്പമല്ലേ? നോക്കി എഴുതിയാൽ മതി അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. വേഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വേഗം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് മുകളിൽ. ഇതിൽ വിജയിയെ കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ ഓടിയെത്തിയ കായിക താരമായിരിക്കുമല്ലോ വിജയി. അപ്പോൾ എന്താണ്? ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ വിജയിയെ കണ്ടെത്തിയത് എങ്ങനെയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ ഓടിയെത്തിയ കായിക താരമായിരിക്കുമല്ലോ വിജയി അല്ലേ കൂട്ടുകാരെ.
ഓക്കെ, ഇനി നമുക്കൊരു പരീക്ഷണമാണ് ചെയ്ത് നോക്കുന്നത്. ഉയരമുള്ളൊരു ഗ്ലാസ് ജാർ എടുക്കുക. അതിൽ മുകളിലും താഴെയും യഥാക്രമം A, B എന്നിങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉയരമുള്ളൊരു ഗ്ലാസ്സിലൊരു ജാറ് വെള്ളം എടുക്കുക. അതന്നെ ഗ്ലാസ് ജാറിൽ അതിന് മുകളിലും താഴെയും യഥാക്രമം ഇതേപോലെ A, B എന്നിങ്ങനെ അടയാളം എടുത്തുക. ഗ്ലാസ് ജാറിൽ ഗ്ലിസറിൻ ഒഴിച്ച് മുകളിൽ നിന്ന് ഒരു കല്ലിടുക. കല്ല് Aയിൽ നിന്നും Bയിൽ എത്താനെടുത്ത സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തൂ. അപ്പോൾ കല്ല് Bയിൽ എത്താനെടുത്ത സമയം ഏകദേശം എത്രയായിരിക്കും ബില്ല്? കല്ല് Bയിൽ എത്താനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 സെക്കൻഡൊക്കെ ആയിരിക്കും അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ നോക്കി കല്ല് Bയിൽ എത്താനുള്ള സമയം എത്രയാണെന്ന് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തുക. ഇവിടെ കൊടുക്കുന്നത് 7 സെക്കൻഡാണ്. ദെൻ സഞ്ചരിച്ച ദൂരം ചോദിച്ചിട്ടുണ്ട് അല്ലേ. എത്രയായിരിക്കും സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്? 31 സെൻറ്റിമീറ്റർ. ദെൻ 1 സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ച ദൂരം നമുക്ക് എങ്ങനെ കണ്ടെത്താം? 31/7 അല്ലേ. 31/7 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 4.43 അല്ലേ. എത്രയാണ്? 4.43. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയ ബോക്സിൽ ഒരു യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. എന്താണ് വേഗം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് എന്താണ് വേഗം. വേഗത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗം സാധാരണയായി കിലോമീറ്റർ ഹവറിലാണ് പ്രസ്താവിക്കാറുള്ളത്. അപ്പോൾ കിലോമീറ്റർ, ഹവർ, മീറ്റർ പെർ സെക്കൻഡ് ഇവ തമ്മിലുള്ള ബന്ധം നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലേ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മീറ്റർ. 1 കിലോമീറ്റർ എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ കൂട്ടുകാരെ എത്രയാണ്? 1000 മീറ്റർ അല്ലേ. ദെൻ 1 ഹവർ എന്ന് പറഞ്ഞാലോ? 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഹവർ 60 × 60 സെക്കൻഡ് അല്ലേ. ദെൻ ആയതുകൊണ്ട് 1 കിലോമീറ്റർ പെർ ഹവർ എത്രയായിരിക്കും? 1 കിലോമീറ്റർ പെർ ഹവർ അല്ലേ. എത്രയായിരിക്കും കൂട്ടുകാരെ? 1 × 1000/60 × 60 അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. 0 ദെൻ 5/18 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടെത്തിയെന്ന് വിശദീകരിക്കാമോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സഞ്ചരിച്ചു. ബി എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്റർ സഞ്ചരിച്ചു. ഏത് ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ബസ്സായിരിക്കും കൂട്ടുകാരെ? ബസ് എ ദൂരം എത്രയാണ്? 75 മീറ്റർ ആണ്. സമയം എന്ന് പറയുന്നത് എത്രയാണ്? 5 സെക്കൻഡ് ആണ്. വേഗം അഥവാ വി എത്രയാണ്? ദൂരം ബൈ സമയമാണല്ലേ. വേഗം കണ്ടെത്താൻ എങ്ങനെയാണ്? ദൂരം ബൈ സമയം. അപ്പോൾ S/T വരും അല്ലേ. അപ്പോൾ 75/5 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ദെൻ ബസ് ബിയോ ദൂരം 112 മീറ്റർ ആണ്. സമയമോ 7 സെക്കൻഡ് അല്ലേ. ദെൻ വേഗം S/T അഥവാ 112/7 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇനി വേഗം കിലോമീറ്റർ ഹവറിലാണ് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ബസ് എ S = എത്രയാണ്? 75/1000 കിലോമീറ്റർ അല്ലേ. ദെൻ ടിയോ 5/60 × 60 ഹവർ.
അപ്പോൾ S/T, ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് S/T അല്ലേ. അപ്പോൾ 75/1000 ഹരിക്കണം 5/3600. ഇങ്ങനെ ഹരിക്കുമ്പോൾ എങ്ങനെയാണ് ബിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലേ. അപ്പോൾ 75/1000 ഇൻറ്റു 3600/5. 75/5 ഇൻറ്റു 3600/1000 കിട്ടും അല്ലേ. അപ്പോൾ 75/5 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 3.6 km/h അല്ലേ. അപ്പോൾ 15 ഇൻറ്റു 3.6 km/h. അപ്പോൾ എത്രയാണ് ആൻസർ? 54 km/h എന്ന് കിട്ടി. ദെൻ ബസ് ബി നോക്കൂ. ബി എത്രയാണ്? 16 ഇൻറ്റു 3.6 km/h. അപ്പോൾ എത്രയാണ് ആൻസർ? 57.6 km/h അല്ലേ. അപ്പോൾ ബി ബസ്സാണല്ലേ കൂടുതൽ വേഗം സഞ്ചരിച്ചത് കൂട്ടുകാരെ. ആൻസർ എന്താണ്? ബി ബസ്സാണ് കൂടുതൽ വേഗം സഞ്ചരിച്ചത്. ദെൻ വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ അല്ലേ. നമ്മൾ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരെ. ദെൻ സ്കൂൾ കായികമേളയിൽ 3 കുട്ടികൾ പങ്കെടുത്തതിൻ്റെ വിശദാംശങ്ങൾ താഴെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഇവരിൽ വേഗം കൂടിയ താരത്തെ കണ്ടെത്താമെന്നോ ചോദിച്ചിട്ടുണ്ട് അല്ലേ. വേഗം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് നമുക്ക് മനസ്സിലായല്ലേ. ദൂരം ബൈ സമയമാണ് അല്ലേ. അതായത് S/T ആണ്. അപ്പോൾ നോക്കൂ, ദൂരം 400 മീറ്റർ, സമയം 180 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെ കണ്ടെത്താം? 400/180 അല്ലേ. എങ്ങനെയാണ്? 400 400/180. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2.22 മീറ്റർ/സെക്കൻഡ്. ദെൻ 400 മീറ്ററും 120 സെക്കൻഡുമാണ് അല്ലേ. അപ്പം 400/120 അല്ലേ. അപ്പം എത്ര ആൻസർ കിട്ടുക? 3.33 മീറ്റർ/സെക്കൻഡ്. ദെൻ 400 ആവുമ്പോൾ 400/100. എളുപ്പമാണല്ലേ. 1 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ എത്രയാണ്? എ 2.2 മീറ്റർ/സെക്കൻഡ്, ബി 3.3 മീറ്റർ/സെക്കൻഡ്, സി 1 മീറ്റർ/സെക്കൻഡ് അല്ലേ. അപ്പോൾ 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ വേഗം. എല്ലായ്പ്പോഴും 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഇതുപോലെ ആയിരിക്കുമോ? നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവരിൽ വേഗം കൂടിയ താരത്തെ കണ്ടെത്താമോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കൂട്ടുകാർ, ഇവരിൽ വേഗം കൂടിയത്, അതായത് ബോക്സിൽ കൊടുത്തിരിക്കുന്നതിൽ എക്കാണോ ബിക്കാണോ സിക്കാണോ വേഗത കൂടിയത്? അതെ, ബി എന്ന കുട്ടിയാണല്ലേ വേഗം കൂടിയ താരം എന്ന് പറയുന്നത്. ബി എന്ന കുട്ടിയാണ്. ഓക്കെ, ബി എന്ന കുട്ടിയാണ് ഇതിൽ വേഗം കൂടിയ താരം. ഇനി നമുക്ക് നോക്കാനുള്ളത് അസമവേഗവും സമവേഗവുമാണല്ലേ. സമവേഗവും അസമവേഗവും. ക്ലോക്കിൻ്റെ ഡയൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു. ക്ലോക്കിൻ്റെ സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക. വ്യത്യസ്ത ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം ഒരു നൂല് കൊണ്ട് അളന്നെഴുതാമല്ലോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അതായത് എയിൽ നിന്ന് സിയിലേക്ക് ദൂരം മീറ്റർ അല്ലേ. സമയം 10. അപ്പോൾ ദൂരം എത്രയായിരിക്കും? എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5.3 അല്ലേ. ദൂരം 5.3 ആയിട്ട് നമുക്ക് എഴുതാം. 5.3. ദെൻ സിയിൽ നിന്ന് ഇയിലേക്കോ? അതും 5.3 അല്ലേ. ദെൻ ഇയിൽ നിന്ന് ജിയിലേക്ക്? യെസ്, 5.3. ദെൻ സ്ഥാനമാറ്റം എയിൽ നിന്ന് ഡിയിലേക്ക് ദൂരം എത്രയായിരിക്കും? 15 ആണല്ലേ. സമയം എയിൽ നിന്ന് ഡിയിലേക്ക് 7.9. ദെൻ ഡിയിൽ നിന്ന് ജിയിലേക്കോ? 7.9 തന്നെ അല്ലേ. ദെൻ ജിയിൽ നിന്ന് ജയിലേക്ക് 7.9 തന്നെ. ഓക്കെ, ദെൻ ഓരോ 10 സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്രയായിരിക്കും കൂട്ടുകാരെ? അതെ, 5.3 സെൻറ്റിമീറ്റർ ആണല്ലേ. 5.3 സെൻറ്റിമീറ്റർ അഥവാ 0.53 മീറ്റർ അല്ലേ. 0.53 മീറ്റർ അല്ലേ. ഓക്കെ, ദെൻ ഓരോ 15 സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എത്രയാണ്? നമ്മൾ കണ്ടെത്തി എത്രയായിരുന്നു? 7.9 സെൻറ്റിമീറ്റർ.
തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണല്ലോ. വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ചലനം സമവേഗത്തിലാണെന്ന് പറയാം. അപ്പോൾ സമവേഗ ചലനത്തിൻ്റെ നിർവചനമാണ് ഇനി താഴെ കൊടുക്കുന്നത്. നോക്കൂ, ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ്? അത് സമവേഗത്തിലാണ് അല്ലേ. അതായത് ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതെന്താണ്? അത് സമവേഗത്തിലാണ്. എന്നാൽ നിത്യജീവിതത്തിലുള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലാണോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താ കൂട്ടുകാരെ, എന്നാൽ നിത്യജീവിതത്തിലുള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലാണോ? ഇത്തരത്തിലുള്ളതല്ലല്ലേ. അല്ലാതെ പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും പന്തുരുളുന്നതും ഒന്നും എന്താണ്? സമവേഗത്തിലല്ല. ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനങ്ങളാണ്. അസമവേഗ ചലനത്തിൻ്റെ നിർവചനം എഴുതി നോക്കൂ. അപ്പോൾ സമവേഗത്തിൻ്റെ നമ്മൾ കണ്ടല്ലേ. ഇനി അസമവേഗത്തിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വസ്തു തുല്യമായ സമയ ഇടവേളകളിൽ തുല്യദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അസമവേഗത്തിലാണെന്ന് പറയാമല്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് നിർവചനം എഴുതേണ്ടത്? മുകളിൽ കൊടുത്തിരിക്കുന്നത് സമവേഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ അല്ല തുല്യ ദൂരം സഞ്ചരിക്കുന്നതെങ്കിൽ അല്ലേ. അതായത് ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? അല്ല എന്ന് കൂടി കൂട്ടിച്ചേർത്താലും മതിയല്ലേ. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നില്ല എങ്കിൽ അതെന്താണ്? അസമവേഗത്തിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, നിർവചനം വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ്? അതായത് ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതെന്താണ്? അസമവേഗത്തിലാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. സാവധാനം പോകുന്ന സൈക്കിൾ മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ വരെ റോഡുകളിൽ നാം കാണാറുണ്ടല്ലോ. സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ കൂട്ടുകാരെ. അമിത വേഗതയും അശ്രദ്ധയും മൂലമുള്ള റോഡ് അപകടങ്ങൾ നിത്യേന വാർത്തയാകാറുണ്ടല്ലോ. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്യൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ചലനം ഉണ്ടാകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം അല്ലേ. ഇത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. എന്തെല്ലാം നമുക്ക് ചെയ്യാം? റോഡ് നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പാലിക്കുക അല്ലേ. അതുപോലെ അമിത വേഗം ഒഴിവാക്കുക, മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക, കാൽനട യാത്രക്കാർ എന്ത് ചെയ്യുക? റോഡിൻ്റെ വലതുവശത്തോടു കൂടി നടക്കുക. കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബലമാണ്. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് കൂട്ടുകാരെ? ഒരാളെന്താണ്? ഒരു ഉന്തുവണ്ടി വലിച്ചു കൊണ്ട് പോകുന്നതാണ് അല്ലേ. then അടുത്ത പിക്ചർ എന്താണ്? കാറ് തള്ളുന്നതാണ്. then ചുമരിൽ എന്താണ്? തള്ളി നോക്കുന്നുണ്ട്. then എന്താണ്? ഒരു ആൺകുട്ടി മേശ പിടിച്ച് വലിക്കുകയാണ് അല്ലേ. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ കാണുന്നില്ലേ? ഇതാണ് ബലം. എന്നാൽ തള്ളുമ്പോഴും വലിക്കുമ്പോഴും മാത്രമാണോ ബലം പ്രയോഗിക്കുന്നത്? അല്ലല്ലേ. ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ആകൃതിക്ക് മാറ്റം വരുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം. ഇവിടെ അല്ലേ നോക്കൂ. ഒന്നിലെന്താണ്? ഫുട്ബോൾ എറിയാണല്ലേ. ഇത് നെക്സ്റ്റ് നോക്കൂ. ചപ്പാത്തി എന്താണ്? പരത്തുകയാണ് അല്ലേ. then കാലുകൊണ്ട് ബോൾ തട്ടുന്നുണ്ട്. then എന്താണ്? അതായത് അവിടെ പെൺകുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ. ഷട്ടിൽ കളിക്കുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ബലം പ്രയോഗിക്കുന്നത് വസ്തുവുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ്. എല്ലാ സന്ദർഭത്തിലും നേരിട്ട് സമ്പർക്കം പുലർത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയുണ്ടോ? ഇല്ല. സമ്പർക്കരഹിത ബലങ്ങളുമുണ്ടല്ലേ. ഇനി നമുക്ക് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവുമാണ് അല്ലേ. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. ചിത്രങ്ങൾ പരിശോധിക്കുക. ഇവിടെ കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഓരോ ചിത്രത്തിലും പ്രയോഗിക്കപ്പെടുന്ന ബലം സമ്പർക്കത്തിലൂടെയാണോ അല്ലയോ എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാങ്ങ താഴേക്ക് വീഴുന്നു. ഭൂമിയുടെ ആകർഷണ ബലമാണ്. സമ്പർക്കത്തിൽ അല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതെങ്ങനെയാണ്? സമ്പർക്കത്തിലല്ലാതെയാണ് അല്ലേ. മാങ്ങ താഴേക്ക് വീഴുന്നു. ഭൂമിയുടെ ആകർഷണ ബലം എങ്ങനെയാണ്? സമ്പർക്കത്തിലല്ലാതെ. ഇതിന് കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ ബലം എങ്ങനെയാണ്? കാറ്റ് പ്രയോഗിക്കുന്ന ബലമാണ് അല്ലേ. അത് സമ്പർക്കത്തിലൂടെ അല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? സമ്പർക്കത്തിലൂടെ. then നെക്സ്റ്റ് ഏതാണ് എഴുതുന്നത്?
യെസ്, നമുക്ക് നീന്തുന്ന ആളെ എഴുതാമല്ലേ. അപ്പോൾ എങ്ങനെയാണ്? ജലത്തിൽ കൈകൊണ്ട് പ്രയോഗിക്കുന്ന ബലമാണല്ലേ. അപ്പോൾ അത് സമ്പർക്കത്തിലൂടെയാണോ അല്ലെങ്കിൽ സമ്പർക്കത്തിലല്ലാതെയാണോ? അതെ, സമ്പർക്കത്തിലൂടെയാണ് അല്ലേ. ദെൻ ചുറ്റിക ഉപയോഗിച്ച് ആണി അടിക്കുന്നു. നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണല്ലേ അവിടെ, അത് സമ്പർക്കത്തിലൂടെയല്ലേ. ഓക്കെ. ദെൻ കാന്തം സേഫ്റ്റി പിന്നിനെ ആകർഷിക്കുന്നു. അവിടെ എങ്ങനെയാണ് ബലം? കാന്തം പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കത്തിലല്ലാതെയാണോ? സമ്പർക്കത്തിൽ അല്ലാതെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യുക? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? സമ്പർക്ക ബലം. അപ്പോൾ എന്താണ് സമ്പർക്ക ബലം? വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? സമ്പർക്ക രഹിത ബലം. ദെൻ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇത് N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്താണ് ബലത്തിൻ്റെ യൂണിറ്റ്? എന്താണ്? ന്യൂട്ടൺ ആണ്. ഇത് N എന്ന അക്ഷരം കൊണ്ടാണല്ലേ സൂചിപ്പിക്കുന്നത്. ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഘർഷണ ബലമാണ്. തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടുപോകുന്ന പന്ത് കുറച്ചു കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായി കണ്ടിട്ടുള്ളല്ലോ. ഇതിന് കാരണമായ ബലം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഘർഷണ ബലമാണല്ലേ. ഏത് ബലമാണ്? ഘർഷണ ബലം. നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു വശം മിനുസമുള്ളതും മറുവശം പരുത്തതുമായ ഒരു മരക്കെട്ട് എടുക്കുക. മിനുസമുള്ള പ്രതലം ചരിവ് തലത്തിലൂടെ വലിച്ചു നീക്കുക. ഇവിടെ ചിത്രം 2.14 കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ മറുവശം പരുത്തതുമായ ഒരു മരക്കെട്ട നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മിനുസമുള്ള പ്രതലം ചരിവ് തലത്തിലൂടെ വലിച്ചു നീക്കുക. പിന്നീട് പരുത്ത പ്രതലം ചരിവ് തലത്തിലൂടെ നീക്കുവാൻ ശ്രമിക്കൂ. എന്ത് വ്യത്യാസം അനുഭവപ്പെട്ടു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്ത് വ്യത്യാസമാണ് കൂട്ടുകാരെ അനുഭവപ്പെടുന്നത്? അതായത് മിനുസമായ പ്രതലം എന്താണ്? ചരിവ് തലത്തിൽ ചേർത്ത് വലിച്ചു നീക്കിയപ്പോൾ വേഗത്തിൽ നീങ്ങുന്നു അല്ലേ. പരുത്ത പ്രതലം ചേർത്ത് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സാവധാനം നീങ്ങുന്നു. പരുത്ത പ്രതലമായപ്പോൾ നീക്കുന്നതിനെതിരെയാണ് കൂടുതൽ ബലം അനുഭവപ്പെടുന്നത്. ഇതാണ് ഘർഷണ ബലം. കൂടുതൽ ഘർഷണമുള്ള സന്ദർഭത്തിൽ വേഗം കുറയുന്നതായി കാണാമല്ലോ. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇത് ഘർഷണബലം. ഇതാണ് ഘർഷണബലം. അപ്പോൾ ഈ ഒരു നിർവചനം എന്താണ് ഘർഷണബലം എന്നുള്ള നിർവചനം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ. ദെൻ ഈ പ്രവർത്തനം നോക്കൂ. പരുത്ത പ്രതലത്തിലൂടെ ഭാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുക. അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുക. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? പെട്ടി വേഗം നീങ്ങുന്നില്ലേ? ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ടയർ ഘടിപ്പിച്ചപ്പോൾ പെട്ടി വേഗം നീങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കുറയുകയാണല്ലേ. നിരക്കി നീങ്ങുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു. ഇതിന് നിരങ്ങൽ ഘർഷണം എന്ന് പറയാം. ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണല്ലോ. ഇതാണ് ഉരുളൽ ഘർഷണം. നിങ്ങൾ നിരങ്ങൽ ഘർഷണം എന്താണ്? ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണെന്നാണല്ലേ പറയുന്നത്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ്. ഇനി ഒരു ചോദ്യമുണ്ടല്ലേ. ഘർഷണം എവിടെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയെല്ലാമാണ്? നിരക്കി നീങ്ങുമ്പോൾ അല്ലേ ഘർഷണം ഉണ്ടാകുന്നു. നമുക്കതിനെ ഘർഷണം എന്ന് പറയാം. അപ്പം ഇനി ഘർഷണം നിങ്ങൾ എവിടെയെല്ലാമാണ് പ്രയോജനപ്പെടുത്തുന്നത് കൂട്ടുകാരെ? നിത്യജീവിതത്തിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ എങ്ങനെയാണ്? വാഹനങ്ങൾ ഓടിക്കുമ്പോഴും നിർത്തുമ്പോഴൊക്കെ എന്താണ്? ഘർഷണം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിവിധ യന്ത്രങ്ങളുടെ ഉപയോഗങ്ങളിൽ, ശാസ്ത്ര പരീക്ഷണങ്ങളിൽ, അന്തരീക്ഷവായു ബന്ധപ്പെട്ട ഇടങ്ങളിൽ. ദെൻ ഘർഷണം നിത്യജീവിതത്തിൽ എങ്ങനെയാണ് അടുത്ത ടോപ്പിക്ക്. നിങ്ങളുടെ കൈപ്പത്തികൾ കൂട്ടി ഉരസി നോക്കൂ. ചൂടനുഭവപ്പെടുന്നില്ലേ? തീപ്പെട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഘർഷണം മൂലമുള്ള മറ്റു പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് നടക്കാൻ കഴിയുന്നു. ദെൻ ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ്? വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നുണ്ടല്ലേ. അതുപോലെ ഓടുന്ന വാഹനങ്ങളെ തന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു. ഓടുന്ന വാഹനം നിർത്താൻ സഹായിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അന്തരീക്ഷവായു പ്രയോഗിക്കുന്ന ഘർഷണം പാരച്യൂട്ടുകളുടെ സുരക്ഷിത ലാൻഡിങ്ങിന് സഹായിക്കുന്നു. അന്തരീക്ഷവായു ഉപയോഗിക്കുന്ന ഘർഷണമാണ് നമ്മെ ഉൽക്കാപതനത്തിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഓക്കെ. അപ്പം മറ്റു പ്രയോജനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവയും കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുക.
ഘർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലാക്കിയല്ലോ. എല്ലായ്പ്പോഴും ഘർഷണം പ്രയോജനകരമാണോ? താഴെ കൊടുത്ത സന്ദർഭങ്ങൾ വിശകലനം ചെയ്യൂ. ഘർഷണം കൊണ്ട് മറ്റു ദോഷങ്ങളും ഇല്ലേ? സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് തേയ്മാനം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ടയറിന്റെ തേയ്മാനം അതുപോലെ കാൽമുട്ടിന്റെ തേയ്മാനവും നൽകിയിട്ടുണ്ട് അല്ലേ? അതായത് ഇവിടെ എന്താണ്, സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത്? യെസ്, ഘർഷണ ഫലമായിട്ട് എന്താണ്, താപം ഉണ്ടാകുന്നു അല്ലേ? ഇത് പല അസൗകര്യങ്ങളും സൃഷ്ടിക്കുന്നു. ദെൻ ഘർഷണ ഫലമായി താപരൂപത്തിൽ ഊർജം നഷ്ടപ്പെടുന്നു. അതുപോലെ എന്താണ്, യന്ത്രങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. അപ്പോൾ ഇവയൊക്കെ എന്താണ്, ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളാണ് അല്ലേ? ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അറിയേണ്ടതില്ലേ? അപ്പോൾ ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരേ മാസമുള്ള മരക്കട്ട, ഐസ് കട്ട, റബ്ബർ കഷ്ണം എന്നിവ എടുക്കുക. ഇവ ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുക. ചരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. നിരീക്ഷണം സയൻസ് ഡയറിയിൽ കുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്നില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിരീക്ഷണം എഴുതാം. ഐസ് കട്ട വേഗത്തിൽ താഴേക്ക് വരുന്നു. മരക്കട്ട രണ്ടാമതും റബ്ബർ കട്ട മൂന്നാമതും താഴേക്ക് വരുന്നു. പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറവായതുകൊണ്ടാണ് ഐസ് കട്ട വേഗത്തിൽ താഴേക്ക് വരുന്നത്. റബ്ബറിന് എന്താണ്, ഘർഷണ ബലം കൂടുതലാണ്, അതിനാലാണ് റബ്ബർ കട്ട സാവധാനം വരുന്നത്. ഇവിടെ ഘർഷണത്തെ സ്വാധീനിക്കുന്നത് പ്രതലങ്ങളുടെ സ്വഭാവമാണ് അല്ലേ? അപ്പൊ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതിൻ താഴെ നൽകിയിരിക്കുന്ന പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് തുല്യ മാസുള്ള ഉരുണ്ട കല്ലും രണ്ടറ്റവും കൂർത്ത കല്ലും വെള്ളത്തിലൂടെ താഴേക്ക് ഇടുക. ഏതാണ് വേഗത്തിൽ താഴേക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? ഏതായിരിക്കും? രണ്ടറ്റവും കൂർത്ത കല്ല് മറ്റേതിനേക്കാൾ അല്പം വേഗത്തിൽ താഴേക്ക് വീഴും അല്ലേ? അപ്പോൾ ഇതിൽ വസ്തുക്കളുടെ ആകൃതി ഘർഷണത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ കല്ലിനും ഒന്നിന് രണ്ടറ്റവും കൂർത്ത കല്ലും ഒരു ഉരുണ്ട കല്ലുമാണല്ലേ? അപ്പോൾ അതിൽ നിന്ന് വസ്തുക്കളുടെ ആകൃതിയും ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എഴുതി നോക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അതായത് പരസ്പര സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം. എന്താണ്? പരസ്പരം സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? വസ്തുക്കളുടെ ആകൃതി അല്ലേ? ഇപ്പം നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ കണ്ടു അല്ലേ, വസ്തുക്കളുടെ ആകൃതി. ദെൻ പ്രതലങ്ങൾ തമ്മിലുള്ള ചലന രീതി അല്ലേ? എന്താണ്? പ്രതലങ്ങൾ തമ്മിലുള്ള ചലന രീതി. ദെൻ പരസ്പരം സമ്പർക്കത്തിലിരിക്കുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ്. അതുപോലെ എന്താണ്? ചലന വേഗത അല്ലേ? അപ്പോൾ ഇവയൊക്കെ ഘർഷണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ദെൻ കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നതായി കണ്ടുവല്ലോ. കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടി തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായി കാണാമല്ലേ? ഇതിൽ നിന്നും എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹകങ്ങൾക്ക് ഉദാഹരണം എഴുതി നോക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നമുക്ക് എഴുതാം? വിവിധ സസ്യ എണ്ണകൾ, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലുകൾ, ഗ്രീസ്, ഗ്രാഫൈറ്റ്, ഇവയൊക്കെ എന്താണ്? സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണല്ലേ? ദെൻ ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹകമാണ് ഏത്? ഗ്രാഫൈറ്റ്. അതായത് ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റാണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിൽ ടയറുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലേതുപോലുള്ള ബോൾ ബെയറിങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. വിമാനം, തോണി എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ചിത്രം 2.19 കാണിച്ചിരിക്കുന്ന പരീക്ഷണത്തെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഇവിടെ? അതായത് രണ്ടഗ്രവും കൂർത്ത അഗ്രങ്ങളോട് കൂടിയ വസ്തുക്കൾ എന്താണ്? മാധ്യമത്തിന്റെ ഘർഷണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എളുപ്പമാണല്ലേ? അപ്പം ഈ ആകൃതി ഘർഷണം ലഘൂകരിക്കാൻ വളരെയധികം സഹായിക്കും.
അപ്പോൾ ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുന്നതിന് എന്താണ് പറയുന്നത്? ധാരാരേഖിതമാക്കൽ അല്ലേ എന്ന് പറയുന്നത് എന്താണ്? ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു. ഇനി ഘർഷണം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എഴുതി ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹകങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ്, വിവിധ തരം ബെയറിങ്ങുകൾ ഉപയോഗിക്കുക അല്ലേ, അതുപോലെ ധാരാരേഖിതമാക്കൽ. എന്താണ് ധാരാരേഖിതമാക്കൽ? എന്താണ് ധാരാരേഖിതമാക്കൽ? നമ്മൾ പറഞ്ഞില്ല, അതായത് ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുക അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വിലയിരുത്താം എന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിൽ എത്തുന്നു. നോക്കാം, നമുക്ക് ഒരു കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി ബിന്ദുവിൽ എത്തുന്നു. കാറിൻ്റെ വേഗം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ എത്തുന്നു. സിയിൽ കൂടി ബിയിലെത്തുന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് സിയിൽ കൂടി ബിയിലെത്തുന്നു. ഏത് കാറായിരിക്കും ആദ്യം ബിയിലെത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലെത്തുന്നു. ഏത് കാറായിരിക്കും ആദ്യം ബിയിലെത്തുക? അപ്പോൾ കാർ എ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും കൂട്ടുകാരെ? എ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം 75 മീറ്റർ ആണ് അല്ലേ. അതായത് കാർ എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിലാണല്ലേ എത്തുന്നത്. അപ്പോൾ എത്രയാണ് കാർ എ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. വേഗം നമുക്കറിയാം 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. കാറിൻ്റെ വേഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അപ്പം ഇനി ഇതിൽ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? വേഗം കണ്ടെത്താനുള്ളത് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് വേഗം കണ്ടെത്തുക? S/T ആണല്ലേ. അപ്പോൾ ഇവിടെ T ആണ് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ T എങ്ങനെയാണ് കണ്ടെത്തുക? V എന്ന് പറയുന്നത് എങ്ങനെയാണ്? V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ വേഗം അല്ലേ. V എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മൾ? S/T. S/T അല്ലേ. ഓക്കെ, അതായത് സഞ്ചരിച്ച ദൂരം ബൈ സമയം. ഇനി നമുക്കിതിൽ കണ്ടെത്തേണ്ടത് T ആണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? T കണ്ടെത്തുക എങ്ങനെയാണ്? S/V കണ്ടെത്തിയാൽ മതിയല്ലേ. അതായത് സഞ്ചരിച്ച ദൂരം ബൈ വേഗം. ഓക്കെ, അപ്പോൾ സഞ്ചരിച്ച ദൂരം നമുക്കറിയാം എത്രയാണ്? 75 ആണല്ലേ. ദെൻ വേഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയായിരുന്നു? 25 ആണല്ലേ. ഓക്കെ, അപ്പം ഇനി ആൻസർ എത്രയാണ് കിട്ടുന്നത്? ആൻസർ എത്രയായിരിക്കും കൂട്ടുകാരെ? 3 സെക്കൻഡ് അല്ലേ. 3 സെക്കൻഡ് സമയമല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 3 സെക്കൻഡ്. അപ്പോൾ T നമ്മൾ കണ്ടെത്തി 3 സെക്കൻഡ് അല്ലേ. ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് കാർ ബിയുടേത് കണ്ടെത്താം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എ കാറിൻ്റെ എത്രയാണ്? 3 സെക്കൻഡ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി കാർ ബി ആണല്ലേ. എസ് നമുക്കറിയാം എത്രയാണ് കൂട്ടുകാരെ? എസ് എന്ന് പറയുന്നത്, അതായത് എസ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ബി കാർ എങ്ങനെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് നോക്കൂ. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലെത്തുന്നു എന്നാണ് അല്ലേ. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലെത്തുകയാണ്. അതായത് എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ നിന്ന് ബിയിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പം സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്യാമല്ലേ. 50 + 70 മീറ്റർ. അപ്പം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 120 മീറ്റർ അല്ലേ. അപ്പം എസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 + 70 120 മീറ്റർ. ദെൻ വേഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. വേഗം എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് T കണ്ടെത്താമല്ലോ. T എന്ന് പറഞ്ഞാൽ S/V അല്ലേ. ഓക്കെ, 120/30 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 4 അല്ലേ. 4 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 4 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി 4 സെക്കൻഡ് അല്ലേ.
അപ്പോൾ ഏത് കാറാവും ആദ്യം എത്തിയിട്ടുണ്ടാവുക? കാർ എ ആണല്ലേ. അപ്പോൾ ഏത് കാറാണ് ആദ്യം എത്തുക? ആദ്യം എത്തുക കാർ എ ആണ്. ആൻസർ എന്താണ്? കാർ എ. കാറ് എ ആയിരിക്കും ആദ്യം എത്തുക. ഓക്കെ, നെക്സ്റ്റ്, ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിൽ എത്തുന്നു. ബസ്സിന്റെ സമവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിൽ എത്തുന്നു. ബസ്സിന്റെ സമവേഗം എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, ടി നമുക്കറിയാം എത്രയാ കൂട്ടുകാരെ. ടി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. ടി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ടി എന്ന് പറയുന്നത് എത്രയാണ്? ടി എന്ന് പറയുന്നത് എത്രയാണ്? 7 സെക്കൻഡ് ആണ് അല്ലേ. ദെൻ വേഗം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് ബൈ ടി ആണല്ലേ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബൈ ടി ആണ്. അപ്പം ഇനി നമുക്ക് ഇവിടെ എന്താ കണ്ടെത്തേണ്ടത്? ദൂരമാണല്ലേ, സഞ്ചരിച്ച ദൂരം അഥവാ എസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പം എസ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? എസ് കണ്ടെത്താൻ എസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി അല്ലേ. എസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. അപ്പം എസ് എന്ന് പറയുന്നത് 50 ഇൻറ്റു 7 മീറ്റർ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 5 35 350 മീറ്റർ അല്ലേ. ആൻസർ എത്രയാണ്? 350 മീറ്റർ. എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബൈ ടി ആണല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് കണ്ടെത്തേണ്ടത് ഇവിടെ എന്തായിരുന്നു? എസ് ആണല്ലേ. അതായത് സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ എസ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? എസ് ബി ഇൻറ്റു ടി, അതായത് 50 ഇൻറ്റു 7. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 350 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1200 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം കേൾക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടിവരും? ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടിവരും? ശബ്ദത്തിന്റെ വേഗം എന്ന് പറയുന്നത് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ദൂരം എത്രയാണ്? എസ് എത്രയാണ്? 1200 മീറ്റർ ആണ് അല്ലേ. എസ് എത്രയാണ്? 1200 മീറ്റർ. ദെൻ നമ്മൾക്ക് എന്തറിയാം? വേഗം അറിയാമല്ലേ. വേഗം അഥവാ വി എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ എന്താ കണ്ടെത്തേണ്ടത്? എസ് ടി ആണല്ലേ, സമയമാണ്. എത്ര സമയം വേണ്ടി വരുമെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കണ്ടെത്തേണ്ടത്? എന്താണ്? ടി ആണല്ലേ. വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് ബൈ വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി, അതായത് സഞ്ചരിച്ച ദൂരം ബൈ സമയമാണല്ലേ. അപ്പം ഇനി ഇവിടെ നമുക്ക് ഏതാ കണ്ടെത്തേണ്ടത് കൂട്ടുകാരെ? എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്? വി ഇൻറ്റു ടി ആണ് എസ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ബൈ വി ആണല്ലേ. ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ വി ആണ്. അതായത് സമയം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടി ഈസ് ഈക്വൽ ടു എസ് ബൈ വി. ഓക്കെ, അപ്പം എത്ര ആൻസർ കിട്ടുക? 1200 അല്ലേ. 12,000 ആണല്ലേ. നമ്മൾ വായിച്ച ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണ്? 12,000 ആണ്. ഓക്കെ, 1200 അല്ല, 12,000 ആണ്. 1200 അല്ല. ഓക്കെ, 12,000 ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 12,000 മീറ്റർ ആണല്ലേ. അപ്പോൾ 12,000 മീറ്റർ ബൈ 340 അല്ലേ. 12,000 ബൈ 340. 12,000 ബൈ 340. ഓക്കെ, നമുക്ക് ആൻസർ എത്രയാണ് കൂട്ടുകാരെ കിട്ടുന്നത്? 35.29 ആണല്ലേ. 35.29. 35.29 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക.
എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 35.29 സെക്കൻഡാണ്. ഇനി താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ബലമാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ചലന ദിശയ്ക്ക് മാറ്റമുണ്ടാകുന്നു. വസ്തുക്കളുടെ വലിപ്പത്തിന് മാറ്റമുണ്ടാകുന്നു. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൽ ചലിക്കാനുള്ള പ്രവണത സൃഷ്ടിക്കുന്നു. വസ്തുക്കളുടെ ആകൃതിക്ക് മാറ്റമുണ്ടാകുന്നു. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം എഴുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പദസൂര്യൻ പൂർത്തീകരിക്കുക. ഓക്കെ, ഇനി തുടർ പ്രവർത്തനങ്ങൾ നോക്കാം അല്ലേ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സെമിനാർ പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പ്രബന്ധം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? റോഡുകളുടെ നവീകരണം വരെ, അതായത് ശാസ്ത്രീയമായ രീതികളുടെ റോഡുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും, റോഡിലെ സുരക്ഷാ ക്രമീകരണങ്ങളും സൈൻ ബോർഡുകളും, കൃത്യമായ വാഹന പരിശോധന, വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ, റോഡുകളുടെ ശരിയായ മാർക്കിംഗ് രീതി, മതിയായ പ്രകാശം ഉറപ്പുവരുത്തുക, ട്രാഫിക് നിയമങ്ങൾ എന്ത് ചെയ്യുക? കർശനമാക്കുക, നിർബന്ധിത വാഹനങ്ങൾ പരിശോധന, നിർബന്ധിത വാഹന പരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യകരമായ ഡ്രൈവിംഗ് ശീലം, വാഹനങ്ങളിലും റോഡുകളിലും കാഴ്ച മറയുന്ന വസ്തുക്കൾ നീക്കം ചെയ്യൽ, വാഹനങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കൽ, യാത്രക്കാരുടെ എണ്ണം കൃത്യമായിരിക്കുക, മദ്യപിച്ചുള്ള ഡ്രൈവിങ്ങും അമിത വേഗവും ഒഴിവാക്കുക, റോഡിൻ്റെ വലതുവശത്തു കൂടി മാത്രം കാൽനട യാത്രക്കാർ സഞ്ചരിക്കുക, സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കിടക്കുക. അപ്പോൾ ഇവയൊക്കെ എന്താണ്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളാണല്ലോ. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഘർഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഒരു ശാസ്ത്ര ലേഖനം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഘർഷണം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഘർഷണത്തിൽ എന്താണ് കൂട്ടുകാരെ? അനേകം ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആവശ്യമുള്ള തിന്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഘർഷണം പ്രയോജനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. വസ്തുക്കളെ പിടിക്കാൻ ഘർഷണം സഹായിക്കുന്നു, നടക്കാൻ സഹായിക്കുന്നു, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഘർഷണം ആവശ്യമാണ്, ഓട്ടത്തിനിടയിൽ വാഹനങ്ങളുടെ ശരിയായ നിയന്ത്രണം ലഭിക്കാൻ ഘർഷണം ആവശ്യമാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിർത്താൻ ഘർഷണം ആവശ്യമാണ്, അന്തരീക്ഷമായി പ്രയോഗിക്കുന്ന ഘർഷണം ഉൽക്കാപതനത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, പാരച്യൂട്ടുകളുടെ സുരക്ഷിതമായ ലാൻഡിങ്ങിന് സഹായിക്കുന്നത് അന്തരീക്ഷം പ്രയോഗിക്കുന്ന ഘർഷണമാണ്, ഫർണിച്ചറുകളുടെ യഥാസ്ഥാനത്ത് കിടക്കാൻ കാരണം ഘർഷണമാണ്, തീപ്പെട്ടിക്കൊള്ളി കത്തിക്കാൻ സഹായിക്കുന്നു. ഇനി ഘർഷണത്തിൻ്റെ ദോഷങ്ങൾ നമുക്ക് നോക്കാം. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ അനാവശ്യമായ തേയ്മാനം ഉണ്ടാക്കുന്നു, താപം ഉണ്ടാക്കുന്നു, ഇത് അനേകം അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു, ഊർജ നഷ്ടമുണ്ടാക്കുന്നു, സമയനഷ്ടമുണ്ടാക്കുന്നു, യന്ത്രങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. അപ്പോൾ ഇവയ്ക്ക് എന്താണ്? ദോഷങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഘർഷണം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഒരു ശാസ്ത്ര ലേഖനം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.